നമസ്കാരം. സുഖമാണോ? സുഖമാണോ എല്ലാവർക്കും? എങ്ങനെ പറയണമെന്ന് പറഞ്ഞേക്കണേ ടീച്ചർ. എനിക്ക് സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല, എങ്ങനെയാ പറയാ? നല്ല വിശേഷം. ഓക്കെ. അപ്പോൾ ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് സുഖമാണ്, നല്ല വിശേഷം. അതുകൊണ്ട് ടീച്ചർക്കും സന്തോഷം. ഓക്കെ. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിരുന്നത്? നമ്മൾ 5 ക്ലാസ്സുകൾ കഴിഞ്ഞു നമ്മുടെ, അല്ലേ? അപ്പോൾ നമ്മൾ 5 അക്ഷരം നമ്മൾ പഠിക്കുകയും ചെയ്തു. ഈ 5 അക്ഷരവും കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിരുന്നു ചോദിക്കും എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? നമ്മൾ പഠിച്ച ഓരോ അക്ഷരങ്ങൾ പഠിച്ചതിൻ്റെ ഓർഡറിലല്ല, അല്ലാതെ ടീച്ചർ ഓരോ അക്ഷരങ്ങൾ കാണിക്കും. അപ്പോൾ അതേതാണെന്ന് ടീച്ചറിൻ്റെ കുട്ടികൾ പറയണം. എന്നാലല്ലേ ടീച്ചർ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ പഠിച്ചോന്ന് ടീച്ചറിന് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? ഒന്ന് നോക്കിയാലോ? ഓക്കെ ഓക്കെ യെസ്. അപ്പോൾ ടീച്ചർ ഓരോ അക്ഷരങ്ങൾ കാണിക്കും. അപ്പോൾ അത് ഏതൊക്കെ അക്ഷരങ്ങളാണെന്നുള്ളത് നിങ്ങൾ പറയണം, ഉറക്കെ പറയണം. ആകെ 5 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. 5 അക്ഷരങ്ങളും നിങ്ങൾ എഴുതി പഠിച്ചതാണ്, പറഞ്ഞ് പഠിച്ചതാണ്, കേട്ട് പഠിച്ചതാണ്, അല്ലേ? ടീച്ചറിവിടെ എഴുതിയപ്പോൾ നിങ്ങളത് കണ്ടു, കേട്ടു, അല്ലേ? നിങ്ങളത് എഴുതി പഠിച്ചു, ഹോംവർക്കും കൂടെ ചെയ്തതാണ്. അപ്പോൾ മനസ്സിലത് പതിഞ്ഞിട്ടുണ്ടാവും, തറവായിട്ടുണ്ടാവും അതിൽ. അപ്പോൾ അതൊന്നും കൂടെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. പിന്നെ 2 ലൈനിൽ എങ്ങനെയാണ് എഴുതണമെന്നുള്ളതും ടീച്ചർ ഒന്നും കൂടെ ഇവിടെ എഴുതി കാണിക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം നിങ്ങൾ ആദ്യം പഠിപ്പിച്ച ഏത് അക്ഷരമാണ്? ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ ടീച്ചർ. ഏറ്റവും ആദ്യം പഠിപ്പിച്ച അക്ഷരം ഏതാ? ആദ്യത്തെ ക്ലാസ് ഏതക്ഷരാണ്? അറിയോ? ഏതക്ഷരാണ്? പറ. ഇത് ഏതക്ഷരാണ്? ഉറക്കെ പറ, കേൾക്കട്ടെ ടീച്ചർ. ഈ അക്ഷരത്തിന്റെ പേരെന്താ? എന്താ ഈ അക്ഷരത്തിന് നമ്മൾ പറയാ? ഉറക്കെ പറ. റാ. യെസ്. എന്താണ്? റാ. ഇപ്പൊ എവിടെ ചോദിച്ചാലും ഈ അക്ഷരം പറയണം. ഏതാണ്? റാ. നിങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ബോർഡുകളിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിലോ ഏതെങ്കിലും ബുക്കുകളിലൊക്കെ നിങ്ങൾ ഈ അക്ഷരം കണ്ടാൽ പറയണം. ഏതാണ് ഈ അക്ഷരം? റാ എന്ന് പറഞ്ഞേ. റാ. ഓക്കെ. ഇനി നെക്സ്റ്റ് അക്ഷരം ടീച്ചർ കാണിക്കാം. അതേതാണെന്ന് നിങ്ങൾ പറയണം. പഠിച്ച ഓർഡറിലല്ല ചോദിക്കുന്നത്, നിങ്ങൾക്ക് അറിയുമോയെന്ന് അറിയാൻ ടീച്ചർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇതേതാണ് അക്ഷരം? ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. ഈ അക്ഷരം ഏതാണ്? ഒന്ന് പറഞ്ഞേ. പഠിപ്പിച്ചതാണല്ലോ, നിങ്ങൾ പഠിച്ചതാണല്ലോ. ഏതാണ് അക്ഷരം? ഉറക്കെ പറ, കേൾക്കട്ടെ ടീച്ചർ. പറ. നാ. യെസ്. ഏതാണ് അക്ഷരം? നാ. തെറ്റിയിട്ടില്ല കേട്ടോ എൻ്റെ മക്കൾക്ക്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഠിപ്പിച്ച 2 അക്ഷരങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ആദ്യ അക്ഷരം ഏതാണ് ടീച്ചർ കാണിച്ചത്? നേരത്തെ കാണിച്ച അക്ഷരം ഏതാണ്? നേരത്തെ ടീച്ചർ കാണിച്ച അക്ഷരം ഏതാണ്? റാ. ഇപ്പൊ കാണിച്ച അക്ഷരം ഏതാ? നാ. ഓക്കെ. ഇനി അടുത്ത അക്ഷരം ടീച്ചർ കാണിക്കാം. അതേതാണെന്ന് പറയണം. ഈ അക്ഷരം ഏതാണ് ടീച്ചർ പഠിപ്പിച്ചത്? ഇത് പഠിപ്പിച്ചില്ലായിരുന്നോ ടീച്ചർ? 5 അക്ഷരങ്ങൾ പഠിപ്പിച്ചതിൽ ഇല്ലേ? ഏതാണത്? ഈ അക്ഷരം ഏതാ? പറ, ഉറക്കെ പറ. ആ, യെസ്. വാ. ഏതാണ്? വാ. ഏതക്ഷരാണ്? വാ. ഇനി 2 അക്ഷരം കൂടിയേ ഉള്ളൂ നമുക്ക് ഓർത്തെടുക്കാൻ. ആ അക്ഷരനോട് കാണിക്കാം, രണ്ടും ഒരുമിച്ച് കാണിക്കാം. അപ്പം നിങ്ങളത് ഏതാണെന്ന് തിരിച്ചറിയണം. ഇതേതാണ് ഈ അക്ഷരങ്ങൾ രണ്ടും? ഈ 2 അക്ഷരങ്ങൾ ഏതാണ്? ഇതേതാണെന്ന് പറഞ്ഞേ.
ഈ അക്ഷരം ഏതാണ്? 2 അക്ഷരം ടീച്ചർ കാണിച്ചു. ഈ അക്ഷരം ഏതാണ്? പറ. താ. യെസ്, ഈ അക്ഷരം ഏതാണ്? താ. അപ്പം ഇതേതായിരിക്കും? ഇനി പഠിപ്പിച്ച 5 അക്ഷരങ്ങളിൽ ഒരെണ്ണം കൂടിയേ പറയാനുള്ളൂ. ഏതാണ്? പാ. ഓക്കെ, പാ. ഏതാണ് അക്ഷരം? പാ. അപ്പം നമ്മൾ 5 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടീച്ചർ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇത് റാ. നെക്സ്റ്റ് വൺ താ. പിന്നെ ഏതാണ്? നാ, വാ, പ. കണ്ടോ? 5 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. ഈ 5 അക്ഷരവും ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. മിടുക്കരാണ് ടീച്ചറിൻ്റെ മക്കൾ കേട്ടോ. അഭിനന്ദനങ്ങൾ, നല്ല കുട്ടികളാണ്. ഇനി നമ്മൾ 2 ലൈനിൽ എങ്ങനെ എഴുതണേന്ന് കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതും കൂടെ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. മറന്നു പോകാതിരിക്കാൻ ഒന്നുകൂടെ എഴുതി നോക്കിയാലോ? കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, എന്നാലും ഒരുമിച്ച് പഠിക്കുമ്പോൾ ഒരുമിച്ച് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ നമുക്കൊന്ന് എഴുതി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ടീച്ചർ എഴുതി കാണിച്ചു തരാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾ പഠിച്ചതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിൽ പതിയാൻ വേണ്ടി ഒന്നും കൂടെ എഴുതുകയാണ്. ആദ്യം ഏതാണ് പഠിച്ച അക്ഷരം? റാ. യെസ്, റാ. ഇതാണ് റാ. അടുത്തത് ഏതാണ് പഠിച്ചത്? താ. കിട്ടിയോ? നെക്സ്റ്റ് നാ. ഓക്കെ, അടുത്തത് ഏതാണ്? പാ. മാറിപ്പോവരുത്, ഇത് വാ. ഓക്കെ, റാ, താ, നാ, പാ, വാ. കിട്ടിയില്ലേ? പഞ്ചക്ഷരങ്ങളും ടീച്ചറിൻ്റെ കുഞ്ഞുമക്കളും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ലെറ്ററായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ടീച്ചർ പഠിപ്പിച്ചതൊന്നും മറക്കരുത് കേട്ടോ. നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ടീച്ചറിന് മനസ്സിലായി. കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കണം. അക്ഷരങ്ങൾ ഓരോന്നും പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഓർഡറിൽ പഠിച്ചിട്ട് പിന്നെ വാക്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. വലിയ കുട്ടികളാവണം. ഇപ്പം പഠിത്തത്തിൽ ഇപ്പം അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ കുഞ്ഞു മക്കളാണ്. ഈ പഠിച്ച് വലിയ മക്കളായിട്ട് മാറണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.